ഹലോ ഓൾ. നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ്ലി മടുപ്പ്, ക്ഷീണം, മോട്ടിവേഷൻ ഇല്ലായ്മ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? എങ്കിൽ അത് എപ്പോഴും ഡിപ്രഷൻ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അത് ബേൺ ഔട്ട് ആയിരിക്കാം. അപ്പോൾ ബേൺ ഔട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് സ്ട്രെസ്സ് ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാവുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യാം. ഇനി എന്തിന് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്ന് ഒരു എന്താ പറയുക, ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ എത്തും. അപ്പോൾ ഇതിൽ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീരിയഡ് ഓഫ് സ്ട്രെസ്സ് മാറുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്സിനെ റീപ്ലേസ് ചെയ്തൊരു നല്ല റെസ്റ്റ് കിട്ടുകയാണ്, ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിതിന്ന് രക്ഷപ്പെടാൻ പറ്റും. നേരെ മറിച്ച് ഡിപ്രഷൻ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അത് നമ്മുടെ ചിന്തകളെയും മൂഡിനെയും ഇമോഷൻസിനെയൊക്കെ ബാധിക്കും. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സങ്കടം, ക്ഷീണം, ഒരു ഉന്മേഷമില്ലായ്മ, മുന്നേ ആസ്വദിച്ച കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, മടുപ്പ്, ജീവിതം ഇനി മുന്നോട്ട് പോകാൻ വയ്യ, മരിക്കണം എന്നുള്ള ചിന്തകൾ, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ എന്നിങ്ങനെയുള്ള ചിന്തകളാണ് പലപ്പോഴും ഡിപ്രഷനിലുണ്ടാവുക. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ബേൺ ഔട്ടുള്ള ഒരാൾ പറയുക എന്നെക്കൊണ്ട് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഡിപ്രഷനുള്ള ആൾ പറയുക എനിക്ക് മടുത്തു, ജീവിതം ഇനി മുന്നോട്ട് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഡിപ്രഷനുള്ള ആൾ. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ബേൺ ഔട്ട് ആയാലും അതൊരു പരിധി കഴിഞ്ഞ് ഒരു ലോങ് ഡ്യൂറേഷനിലോട്ട് പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, വർക്കിനെ ബാധിക്കുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.